ഇത് ഡോക്ടർ എഴുതിയൊരു പ്രിസ്ക്രിപ്ഷനാണ്. ഇനി ഇതിൽ തന്നെ കൊളസ്ട്രോളിൻ്റെ റിസൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇത് മറ്റൊരു ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ശേഖരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർ പിറ്റേന്നാണ് ഉണ്ടാവുക. നമുക്ക് വായിച്ച് നോക്കിയാൽ ഒരു കാര്യവും ഇതിൽ നിന്ന് മനസ്സിലാവില്ല. നമ്മൾ ഡോക്ടറെ സമീപിച്ചാൽ മാത്രമേ ഇത് ഡോക്ടർ നോക്കിയിട്ട് നോർമലാണോ അല്ല കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി പ്രിസ്ക്രിപ്ഷൻ്റെ കാര്യമാണെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ആ സമയത്ത് വിവരിച്ച് തരും. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയാൽ ചിലപ്പോൾ മറന്നു പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ഗൂഗിൾ ജെമിനി ആപ്പിന് സാധിക്കും. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ കോപ്പി ഗൂഗിൾ ജെമിനി ആപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നോർമലാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോളും എല്ലാം നമുക്കിതിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാവുന്നതാണ് ഗൂഗിൾ ജെമിനി ആപ്പിനോട്. ഇനി പ്രിസ്ക്രിപ്ഷനാണ് ഇതിലെ ഗുളികയുടെ എങ്ങനെ കഴിക്കേണ്ടത്, എത്ര മണിക്കാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമുക്കതിൻ്റെ കാര്യവിവരങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ജെമിനി ആപ്പിനോട് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഇല്ലെങ്കിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്ത ജെമിനി ആപ്പ് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയിട്ട് വീഡിയോ സെക്ഷനിലേക്ക് പോകുക. എന്നിട്ട് അല്പം താഴോട്ട് പോകുക, കുറച്ചധികം താഴോട്ട് പോകേണ്ടി വരും. അപ്പം നിങ്ങൾക്കിവിടെ ജെമിനി ആപ്പിൽ മലയാളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മലയാളത്തിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലെ നാവിഗേഷൻ ബാറിലെ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റിലും ഈ ജെമിനി ആപ്ലിക്കേഷൻ ഉണ്ടാകും. ശേഷം നിങ്ങൾക്കിവിടെ ക്യാമറയുടെ ഒരു ഓപ്ഷൻസ് കാണാം, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആകും. ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഇതുപോലെ എന്തിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ പേപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആദ്യം അതൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്കിവിടെ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ചിത്രം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണ് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത് അതാണ് എഴുതേണ്ടത്. ഞാനിപ്പോൾ മൈക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് എൻ്റെ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ശബ്ദം നഷ്ടപ്പെടും. എങ്കിലും ഞാനിവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത കാര്യം ഞാൻ ശേഷം പറഞ്ഞു തരാം. ഓക്കെ, ഈ ബ്ലഡ് ടെസ്റ്റിലെ വിവരങ്ങൾ വിശദീകരിച്ച് തരാമോ എന്നാണ് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ടിൻ്റെ വിവരങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വിശകലനം. പരിശോധിച്ചത് രക്തത്തിലെ പഞ്ചസാര, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, സീറം കൊളസ്ട്രോൾ എന്നീ 2 പ്രധാന ഘടകങ്ങളാണ് ഈ ടെസ്റ്റിൽ പരിശോധിച്ചത്. ഫലം: ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 70 mg/dL എന്നത് സാധാരണ ശ്രേണിയിൽ 70-110 mg/dL വരുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണമാണ്. സീറം കൊളസ്ട്രോൾ 151 mg/dL എന്നത് സാധാരണ ശ്രേണിയിൽ 150-200 mg/dL വരുന്നതിനാൽ കൊളസ്ട്രോളിന്റെ അളവും സാധാരണമാണ്. അർത്ഥം: ഈ ടെസ്റ്റ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും സാധാരണ നിലയിലാണെന്നാണ്. ഇത് നല്ലൊരു സൂചനയാണ്. എന്നാൽ ഒരു ടെസ്റ്റ് റിസൾട്ട് മാത്രം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഇനി ഡോക്ടർ ഇതൊരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഇതിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഈ പ്രിസ്ക്രിപ്ഷൻ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്നു. ഈ പ്രിസ്ക്രിപ്ഷൻ പൂർണ്ണമായും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഡോക്ടറുടെ പേര്. പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ പേര് വ്യക്തമായി കാണുന്നില്ല. രോഗിയുടെ പേര് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല. തീയതി 2023 ഫെബ്രുവരി 13. പരിശോധനകൾ: ഗ്ലൂക്കോസ് രാവിലെ 300, ബ്ലഡ് പ്രഷർ 160/100, മരുന്ന് ഡൈമെറ്റൈൽ ഡാമീഫെൽ 250 mg/2, സ്ലോട്ടഗാൻ 10 mg/30. എന്താണ് ഇതിനർത്ഥം? ഉയർന്ന രക്തത്തിലെ പഞ്ചസാര, ഹൈപ്പർഗ്ലൈസീമിയ, ഗ്ലൂക്കോസ് ലെവൽ 300 എന്നത് വളരെ ഉയർന്നതാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു പൂർണ്ണമായ പ്രിസ്ക്രിപ്ഷൻ അല്ല. ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസുകൾ മറച്ചിട്ട് ചോദിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ചോദിക്കാം. കാരണം ഇത്തരം ഡോക്ടർമാരുടെ നമ്പറും കാര്യങ്ങളൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ രോഗിയുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്നും ഉൾപ്പെടുത്താതെ ഞാൻ വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങളിതിൻ്റെ പൂർണ്ണമായ വിവരം കൊടുക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്.
ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള മെഡിക്കൽ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ജെമിനി ആപ്പിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി തരും. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള മരുന്നുകളെ കുറിച്ച് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. തന്ന വിവരങ്ങളെ കുറിച്ചിട്ട് പലതും ചോദിക്കാം. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണിത്. ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ദയവായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.